അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. വെറൈറ്റി ചിക്കൻ കറിയാട്ടാ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 2 സവാള വലുത്, കുറച്ച് പച്ചമുളക്, 2 വലിയ തക്കാളി, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, കുറച്ച് മല്ലി, പുതിന, പിന്നെ ചിക്കൻ. ഇത്രയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഗരം മസാല പൊടി വേണ്ട, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇത്ര ഐറ്റം മതി. ഒരു കോഴി വെക്കാനായിട്ട് ഇത്ര ഐറ്റം മതി കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം ഗ്യാസ് കത്തിച്ച് കുക്കറോ പാനോ എന്തെങ്കിലും വെച്ച് അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ ആ ഓയിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ എടുക്കാം. എന്നിട്ട് സവാള അതിനകത്തിട്ട് കൊടുക്കാം. സവാള ആദ്യം വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം. അപ്പോൾ പെട്ടെന്ന് വഴന്നിട്ടും ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ സവാള ഒന്ന് വഴന്ന് കിട്ടും. അങ്ങനെ ചെയ്താൽ മതി. ഇത് അടിപൊളി സൂപ്പർ ചിക്കൻ കറി ആട്ടോ. ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കിച്ചണിലെ കിങ് ആവാൻ പറ്റും. കുക്കിംഗ് കിങ്. അപ്പോൾ സവാള വഴന്നിട്ടുണ്ട്. ഞാനത് ഓപ്പണാക്കി നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് ജിഞ്ചറും ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചില്ലേ, അതും കൂടി ഇട്ട് ഒന്നുകൂടി ഞങ്ങൾക്ക് വഴറ്റിയെടുക്കാം. കുറച്ചുകൂടെ അത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ആ പച്ചമണം അങ്ങ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇത് 3 കൂടി ഇട്ട് അത് മാത്രം മതി കേട്ടോ. ഇട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചേക്കാം. വീണ്ടും ഓപ്പണാക്കി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സെക്കൻഡ് ആ പച്ചമണം മാറണവർ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മല്ലിപ്പൊടി, വളരെ കുറച്ചായിട്ടിടണം കേട്ടോ. ഇനി പിന്നെ ചേർക്കാനുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മതി കേട്ടോ. ഇത്ര ഇട്ടിട്ട് ഒന്നും കൂടി ആ പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇച്ചിരി മൂടി വെക്കാം. അപ്പോഴത്തേക്കും ഇതെല്ലാം കൂടി സെറ്റായി വെന്ത് ഒരു ചമ്മന്തി പരുവായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇട്ട് ഒന്നായിട്ട് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി മിക്സ് ചെയ്ത് എടുക്കണം. കുറച്ചേരം കൂടി ഒന്ന് മൂടി വെച്ച് തക്കാളിയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയും വെന്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി പച്ചമുളക് അരിഞ്ഞ് വെച്ചില്ലേ, അതും കൂടി വെച്ച് ഇപ്പോഴാണ് മുളക് ചേർക്കുന്നത്. ഇതുവരെ മുളക് ചേർത്തിട്ടുണ്ടായില്ല. ഇനി ആ പച്ചമുളക് കൂടി ചേർത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ചിക്കൻ വാരിയിടാം. ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാല എല്ലായിടത്തും ആവുന്ന രീതിയിലിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം ആവശ്യമില്ല അധികം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വേവിച്ച് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. ഈ സമയം ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയാണ് ചേർത്തേക്കണം. എന്നിട്ട് വേവിക്കാൻ വെക്കാം. കുറച്ച് അടച്ച് വെച്ച് വെക്കാം. എന്ത് കുക്കറാണെങ്കിൽ കുക്കർ അടച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരൊറ്റ വിസിൽ മതി കുക്കറിൽ. അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് ഓപ്പണാക്കി നോക്കി വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒരു 3 തണ്ട് ഞാൻ തണ്ടോട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ മല്ലിയിലയും പുതിനയും ക്രഷ് ചെയ്ത് വെച്ചില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കാം. ഇനിയാണ് പൊടികൾ കുറച്ചുകൂടി ചേർക്കാനുണ്ട്. 2 ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വെന്തിട്ടുണ്ട്, പക്ഷേ കറികൾ ആയിട്ടില്ല, റെഡി ആയിട്ടില്ല. ഇനി ഒരു പാൻ എടുത്ത് വെക്കാം. ഇത് ഇറക്കി വെച്ചിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. അത് പൊടിയായിട്ട് അരിക്കണം കേട്ടോ. ഞങ്ങൾ ചെറിയുള്ളി കറി താളിക്കാൻ വേണ്ടി വെക്കൂലേ, അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ട് അത് സാധാരണ ചെറിയുള്ളിയാണ് ഞങ്ങൾ താളിക്കുന്നത്. ഈ ചിക്കൻ കറിക്ക് വെളുത്തുള്ളിയാണ് താളിക്കുന്നത്. വെളുത്തുള്ളി ഇതുപോലെ ബ്രൗൺ നിറാവുന്നത് വരെ ഇങ്ങനെ മൊരിച്ചെടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി ഞങ്ങൾ ചേർത്ത് കൊടുക്കണം. ചിക്കനിൽ നേരത്തെ ഞങ്ങൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇതാക്കിയിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചില്ലേ അതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അതേ ചിക്കനിലേക്ക് ഒട്ടനെയാണ് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇതങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ചിക്കൻ കറി.
ഇനി ഇത് ഞങ്ങൾക്ക് സെർവ് ചെയ്യാം. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു തവണയെങ്കിലും. താങ്ക് യു ഫോർ വാച്ചിങ്.